ഈ കാണുന്ന ക്യൂ ആണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ. ഇവിടെ വിവേകാനന്ദ പാർക്കിലേക്ക് പോലുള്ള ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ കന്യാകുമാരിയിൽ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയതിനു ശേഷം ഭയങ്കര തിരക്കാണ് കേട്ടോ. വീക്കെൻഡിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിച്ചിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അത് കയറാനായിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് പിന്നെ ആയപ്പോഴത്തേക്ക് ഇവിടെ നല്ല കാറ്റ് കേട്ടോ. അപ്പം ഈ ഫെറി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ക്ലോസ് ആക്കി. ഇപ്പോൾ നാളെ രാവിലെ 7 മണിക്കേ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കയറാനും പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജെ കണ്ടിട്ട് ഇനി തിരിച്ച് പോകാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ട് നടന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ബീച്ചിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇനി ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, ഇഷ്ടം പോലെ ആളുണ്ട്. അപ്പോൾ കടകളിലായാലും റോട്ടിലായാലും എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് നേരം നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിട്ട് എവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ കുറേ വണ്ടികൾ കേട്ടോ. കൊച്ചുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഇതൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്ന കാണാം. ഈ സൈഡിൽ ഫുള്ള് പെർഫ്യൂമാണ് കേട്ടോ. കുപ്പിയിൽ എഴുതി അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൽ വന്നാൽ നമ്മൾ മെയിനായിട്ട് കഴിക്കേണ്ട സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരുപാട് വെറൈറ്റിയും ഉണ്ട്. ഇവിടെ എത്രയും ഐസ്ക്രീമിൻ്റെ കച്ചവടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ 2 സൈഡിൽ ഇതുപോലെ കച്ചവടങ്ങളാണ് കേട്ടോ. ഇതുപോലത്തെ കച്ചവടങ്ങളാണ്. ചില ഫുള്ള് ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് ഒരു സൈഡിൽ ചെരുപ്പാണെങ്കിൽ ഒരു സൈഡിൽ തുണി, അങ്ങനെ 2 സൈഡിൽ നല്ല കച്ചവടങ്ങളാണ്. അത്രയും ഈ സൈഡൊക്കെ ഫുള്ള് ചെരുപ്പിൻ്റെ കേട്ടോ. ചെരുപ്പിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നമുക്ക് വില കുറച്ച് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വില പേശി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വില കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരാളിരുന്നിട്ട് പാടുന്ന കേട്ടോ. ആ സൈഡിൽ അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് പാടുന്നതാണ് ഈ കേൾക്കുന്നത്. നല്ലപോലെ പാടുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരെ. ഈ ഒരു സൈഡിൽ ഫുള്ള് തുണിയുടെ കളക്ഷനാണ് കേട്ടോ. ആ സൈഡിലാണ് നമുക്ക് തിരുവള്ളൂരിൻ്റെ പ്രതിമയും വിവേകാനന്ദ പാറയൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി നമുക്ക് അടുത്തായിട്ട് തന്നെ ആ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നോക്കാം കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ കന്യാകുമാരി വരുമ്പോഴത്തേക്ക് ഇത്രയും തിരക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അറിയുന്നത്. നല്ല തിരക്കാണ്. അതിൻ്റെ പിറകിലായിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം ഇരിക്കുന്നതൊക്കെ കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിവേകാനന്ദ പാറയുടെയൊക്കെ ആ ഒരു വ്യൂ, ആ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാനത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ആ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടോ, അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ആ സൈഡിലേക്ക് നോക്കിയിരിപ്പുണ്ട്. ഇന്നിപ്പോൾ കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും വന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ സൈഡിൽ ഇതുപോലെ ചോളം ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാമായിരുന്നു. ചോളം, അതുപോലെ തന്നെ പാനിപ്പൂരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്
നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒന്നും മേടിക്കാത്തത്. ഇവിടെ കടലിലൊക്കെ നല്ല കാറ്റുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കടലിൽ തന്നെ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും കടലിലിറങ്ങി കുളിക്കുന്ന നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് കഴിയുന്നുണ്ടോ, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും ഈ ഒരു ഭാഗത്തിറങ്ങി കുളിക്കുന്നുണ്ട്. നമുക്ക് ആ സൈഡിലാണ് സൺസെറ്റൊക്കെ വരുന്ന, ആ സൈഡിലാണ് കേട്ടോ. അപ്പോൾ സൺസെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഒരു കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് ആ സൈഡിൽ കൂടെ നടക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാണാമെങ്കിലും നല്ല നല്ല വ്യൂ കിട്ടത്തില്ല. ഈ സൈഡിൽ ഫുള്ള് ടാറ്റുവിൻ്റെ പരിപാടിയാണ് കേട്ടോ. ടാറ്റു അടിക്കുന്നതിൻ്റെ പരിപാടിയാണ്. ഇവിടെ അത്രയും ഉണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ ഇട്ട് കുളിക്കുന്നുണ്ട് അവിടെ. നമ്മൾ ഈ കാണുന്ന പാർക്കെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓപ്പൺ ആയി തോന്നുന്നു കേട്ടോ. ഈ ഒരു പാർക്കൊക്കെ താഴെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഇപ്പം ഓപ്പൺ ആയതാണ് തോന്നുന്നത്. ഒരുപാട് മുത്തുമാലകളുണ്ട് കേട്ടോ ഈ സൈഡിൽ, ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുന്നതാണ്. ഇത് നമ്മുടെ അച്ചു വെച്ചിട്ടുള്ള പരിപാടിയാണ്. കയ്യിലൊക്കെ പച്ച കുത്തുന്ന പോലത്തെ ഇതുണ്ടോ. നമ്മുടെ കല്ലൊക്കെ വെച്ചിട്ട് അടിക്കില്ലേ, തെറ്റാടി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമാണ്. ഇത് ടാറ്റു ചെയ്യുന്ന സ്ഥലമാണല്ലോ. ഇവിടെ നമ്മൾ നേരെ പോകുന്ന ആ ഒരു വശത്തേക്കാണ് നമുക്കിനി സൺസെറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഭാഗത്താണ്. അപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവാറായി. അപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് എല്ലാ ആൾക്കാരും ആ ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലായിടത്തും ഇതുപോലെ മരങ്ങൾ നട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ചെയ്ത പരിപാടികളാണെന്ന് തോന്നുന്നത്. കാരണം ആ സൈഡിലൊരു പാർക്കുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ചെയ്ത് ഇവിടെ ഒരുപാട് കടകൾ വേറെ എല്ലാം വന്നു. ഫുള്ള് മരങ്ങൾ നട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സൺസെറ്റ് ഏതാണ്ട് നല്ലപോലെ കാണാൻ പറ്റും. ഈ സൈഡ് 2 കുതിരയുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒരു റൗണ്ട് അടുപ്പിക്കും. അപ്പോൾ നമ്മുടെ സൺസെറ്റ് ആവാൻ ഇനി കുറച്ചുകൂടി സമയത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കന്യാകുമാരി ഒന്ന് കുറച്ചു നേരം ഈ ഒരു ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.